ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അയ്യോ എത്ര മുടിയാ ഈ പോയുന്നത് എന്നോർത്ത് ടെൻഷൻ അടിക്കാത്തവരായി ആരും കാണില്ല. പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് മുടി കൊഴിച്ചിൽ. എപ്പോഴും മുടി കൊഴിയുന്നത് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. മുടി കൊഴിയുന്നത് സാധാരണമാണോ എന്ന് വേണം ആദ്യം കണ്ടെത്താൻ. രോഗം, പാരമ്പര്യം, പ്രസവാനന്തരം, താരൻ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിഞ്ഞു പോകാം. പല ഘട്ടങ്ങളായാണ് മുടി കൊഴിയുന്നത്. ഒരു ദിവസം കുറച്ച് മുടി കൊഴിയുന്നത് സാധാരണമാണ്. അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. മുടി പരിപാലിച്ചാൽ മാത്രം പോരാ, ഈ രണ്ട് കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. മുടി വളരുന്നതും കൊഴിയുന്നതും പല സ്റ്റേജുകളായിട്ടാണ്. മുടി വളർച്ചയ്ക്ക് 3 സ്റ്റേജുകളാണ് ഉള്ളത്. അനഘം ഫേസ് അഥവാ വളർച്ചാ ഘട്ടം. വളരെ വേഗത്തിൽ മുടി വളരുന്ന ഘട്ടമാണിത്. ഏകദേശം 2 മുതൽ 7 വർഷം വരെ ഇത് നീണ്ടു നിൽക്കാം. 85 മുതൽ 90% മുടി ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ്. ക്യാറ്റജൻ ഫേസ് അഥവാ ട്രാൻസിഷണൽ ഫേസ് 2 മുതൽ 3 ആഴ്ച വരെയാണ് ഉണ്ടാകുന്നത്. മുടി വളർച്ച ഈ സമയത്ത് മന്ദഗതിയിലാവുകയും മുടിയുടെ രോമകൂപങ്ങൾ ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ടെലോജൻ ഫേസ് അഥവാ റെസ്റ്റിംഗ് ഫേസ്. ഇത് ഏകദേശം 3 മാസം നീണ്ടു നിൽക്കുന്നു. ഈ ഘട്ടം കഴിയുമ്പോൾ മുടി കൊഴിഞ്ഞ് പുതിയ മുടി വളരാൻ തുടങ്ങും. ദിവസവും 50 മുതൽ 100 മുടി വരെ പൊഴിയുന്നത് സ്വാഭാവികമാണ്. പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാകാം. പ്രായം ഒരു പ്രധാന ഘടകമാണ്. പ്രായമാകുന്നതനുസരിച്ച് മുടിയുടെ കട്ടി കുറയുകയും മുടി കൊഴിച്ചിൽ കൂടാനും സാധ്യതയുണ്ട്. ഹോർമോൺ വ്യതിയാനം, പാരമ്പര്യം, സമ്മർദ്ദം, പോഷകങ്ങളുടെ കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മുടി കൊഴിച്ചിലുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ചിലതാണ്. ഗർഭകാലം, പ്രസവശേഷം, മെനോപോസ്, തൈറോയിഡ് പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മുടി കൊഴിച്ചിലിൻ്റെ ചില കാരണങ്ങളാണ്. മാത്രമല്ല മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളും മുടി കൊഴിച്ചിലുണ്ടാക്കാം. അയൺ, വൈറ്റമിൻ ഡി എന്നിവയുടെ കുറവ് ഒരു പ്രധാന കാരണമാണ്. ഇതൊക്കെ അല്പം ശ്രദ്ധിച്ചാൽ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാം. ഓരോ വ്യക്തികളിലും മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. സാധാരണവും അസാധാരണവുമായ രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാകുന്നു. ഇതിൽ സാധാരണ മുടി കൊഴിച്ചിലാണെങ്കിൽ ഒരു ദിവസം 50 മുതൽ 100 മുടി വരെ കൊഴിഞ്ഞു പോകാം. അതുപോലെ തലയിണയിലും ചീർപ്പിലുമൊക്കെ മുടിയേകൾ കാണുന്നത് സാധാരണമാണ്. തലയോട്ടിയുടെ ഭാഗങ്ങളിൽ ഒരേപോലെയാണ് മുടി കൊഴിയുന്നതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല കൊഴിഞ്ഞു പോകുന്ന മുടി വളരുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. സാധാരണമല്ലാത്ത രീതിയിലുള്ള ലക്ഷണങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. ദിവസവും 100 മുടിയേക്കാൾ കൂടുതൽ കൊഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. കഷണ്ടി പോലെയോ അല്ലെങ്കിൽ മുടിയുടെ കട്ടി വലിയ രീതിയിൽ കുറഞ്ഞാൽ ശ്രദ്ധിക്കുക. വലിയ വിടവ് സൃഷ്ടിച്ച് മുടി കൊഴിയുന്നതും അസാധാരണമാണ്. മുടി കൊഴിഞ്ഞ സ്ഥലത്ത് മുടി വളരാത്തതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.